ഇന്ന് കുറച്ച് ഗാർഡനിങ് വീഡിയോസ് ആയാലോ? ഗാർഡനിങ് വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഇന്ന് നമ്മുടെ പോൾക്കാ ഡോട്ട്സിലേക്ക് വന്നേക്കുന്ന എൻ സ്റ്റൈലിൻ്റെ ഫ്രോക്ക് നൈറ്റിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു നൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 വാഷിംഗ് ഒക്കെ കഴിഞ്ഞ നൈറ്റിയാണ്. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നല്ല എന്താ പറയുക, കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പോൾക്കാ ഡോട്ട്സിലേക്ക് തന്നെ 13 ഡിസൈനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സൈസിനകത്തൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. ഡോട്ട്സിൻ്റെ വലുപ്പത്തിനകത്ത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക് വന്നേക്കുന്ന നൈറ്റി എല്ലാം തന്നെ 380 റുപ്പീസിലേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നോരോന്ന് നോക്കിയാലോ? അപ്പോൾ നൈറ്റീസ് നമുക്ക് ഓരോന്നൊന്ന് നോക്കിയാലോ? ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ പാറ്റേൺ തന്നെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഡോട്ട്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സ്മോൾ, മീഡിയം, ലാർജ് എന്നുണ്ട്. ഇതായിട്ട് നമ്മൾ സ്മോളിലേക്ക് വരുന്ന ചെറിയ ചെറിയ ഡോട്ട്സാണ് വരുന്നത്. ഫ്രണ്ടിലേക്കായിട്ട് ഫുള്ള് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈസ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇതേണ്ടേ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. ഞാൻ എടുത്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറിയ സൈസിലെ ഡോട്ട്സ് വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ വലുപ്പം തന്നെയാണ്. ഇതിനെ നമുക്ക് നമ്മുടെ മീഡിയത്തിനകത്തേക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കുഞ്ഞ് സ്മോൾ ഡോട്ടിൻ്റെ തന്നെ സിമ്പിളായിട്ട് പ്ലെയിൻ പാറ്റേണിലേക്ക് താഴേക്ക് ഫ്രിൽസ് വരുന്ന രീതിയിൽ ഇവിടേക്കായിട്ട് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട്. സ്ലീവ് വന്നേക്കുന്നത് പ്ലെയിൻ സ്ലീവിലേക്കാണ്, പഫ് സ്ലീവ് അല്ല കേട്ടോ, നോർമൽ സ്ലീവാണ്. എല്ലാത്തിനും തന്നെ ബാക്കിലേക്ക് ടൈറ്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ പോൾക്കാ ഡോട്ട്സിൻ്റെ തന്നെ പഫ് സ്ലീവ് വന്നിട്ട് പ്ലെയിൻ ആയിട്ട് താഴേക്ക് ഫ്രിൽസ് വരുന്ന രീതിയിലേക്ക് വി നെക്കൊക്കെ ആയിട്ട് ഇവിടേക്ക് പോക്കറ്റും വരുന്ന രീതിയിൽ. എല്ലാത്തിൻ്റെയും തന്നെ പ്രൈസ് വരുന്നത് 380 ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ആലിയ കട്ട് അജ്രക്കിൻ്റെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻ്റ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പോൾക്കാ ഡോട്ട്സ് ആണ് താഴേക്ക് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പഫ് സ്ലീവ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലേക്ക് അവൈലബിൾ ആണ്. ചിലപ്പോൾ ചില പ്രിൻ്റുകൾ ചിലപ്പോൾ ചില സൈസസ് ഉണ്ടാകുകയില്ല കേട്ടോ. ഇത് വരുന്നത് ഒരു ഹൈനെക്ക് കോളർ പോലെ വന്നിട്ട് വി നെക്കും കൂടെ വരുന്ന രീതിയിലേക്കാണ്. വിത്ത് പഫ് സ്ലീവാണ്. നെക്കി കൊടുത്തേക്കുന്ന ആ ഒരു സ്ട്രൈപ്പിൻ്റെ ഒരു പാച്ച് സ്ലീവിലേക്കും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് ആ ഹൈനെക്ക് കോളറിൻ്റെ ആ ഒരു ഇതും കൂടെ വരുന്നുണ്ട് രീതിയിലേക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ആലിയ കട്ട് പാറ്റേണിലേക്ക് തന്നെയാണ്. പോൾക്കാ ഡോട്ട്സും സ്ട്രൈപ്സും കൂടി വരുന്ന രീതിയിലേക്ക് ആലിയ കട്ടിൻ്റെ മുകളത്തെ ഷേപ്പിലേക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. പഫ് സ്ലീവ് ആയിട്ടാണ് വരുന്നത്. ബാക്കിലേക്ക് വരുന്നത് പോൾക്കാ ഡോട്ട്സ് മാത്രമായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസായിട്ട് നമ്മൾ വെബ്സൈറ്റിനകത്ത് ഹോം വെയർ എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ഈ ചെറിയ ഉടുപ്പുകൾ പോലെ തന്നെ ഫ്രോക്ക് വരുന്ന പോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും യോക്കിൻ്റെ അവിടെ കട്ടിങ് കൊടുത്തിട്ട് സ്ലീവ്സ് വരുന്ന രീതിയിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ചെറിയ പ്രിൻറ്റിനകത്തേക്കാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അതും ചെറിയ പ്രിൻറ്റിനകത്തേക്ക് തന്നെ ഹൈനെക്ക് കോളർ. വേറെ പാച്ച് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സെയിം ഇത് തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു പാറ്റേണിലേക്ക് തന്നെ ഹൈനെക്ക് കോളർ വന്നിട്ട് സ്ലീവ് വന്നേക്കുന്ന ചെറിയൊരു പഫ് സ്ലീവ് ആയിട്ടാണ് ഇങ്ങനെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെ തന്നെ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ട് തന്നെ വെബ്സൈറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ഏറ്റവും വലിയ നമ്മുടെ ബിഗ് ഡോട്ട്സ് വരുന്നത്, വലിയ ഡോട്ട്സ് വരുന്നതാണ്. ഒരു സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേണിൽ താഴെ ഫ്രിൽസ് വരുന്ന രീതിയിലേക്കാണ്. ബാക്ക് പോർഷനിലേക്ക് വരുന്ന ഇങ്ങനെയാണ്. സ്ലീവ് പഫ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഈ നെക്സ്റ്റ് വൺ വന്നേക്കുന്നതും ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ പ്ലെയിൻ ആയിട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട രീതിയിലേക്ക് കേട്ടോ. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട് ഗ്യാദേഴ്സ് വരുന്ന രീതിയിൽ കട്ടിങ് കൊടുത്തിട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മുടെ നോർമൽ പണ്ടത്തെ നമ്മുടെ ഫ്രോക്ക് കൺസെപ്റ്റിലേക്ക് വരുന്ന ഒരു ഐറ്റം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളിപ്പം സ്പെഷ്യലി നമ്മളിപ്പോൾ ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് അയക്കരുത്. കാരണം ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ ഈ ഒരു ടോട്ടൽ 11 or 12 പ്രിൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആകും ഇത് ഏത് സൈസിലത്തേതാണെന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയക്കാതെ വെബ്സൈറ്റിലെ ഹോം വെയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാം.